ഹലോ ഗൈസ്, നമുക്കിന്നൊരു ചെമ്മീനും മാങ്ങയും കറി വെക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെമ്മീനിൽ തലയും വാലും കളഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് റെഡിയാക്കി ബാക്കി ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, നല്ല ചെമ്മീനാട്ടോ. പിന്നെ ഞാൻ ഇച്ചിരി വേപ്പില ഇടയ്ക്ക് ഇറങ്ങിയതാണ്. അത് ഞാൻ ആ വേപ്പ് വെട്ടിക്കളഞ്ഞായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. ഇതിൻ്റെ ഒരു തണ്ടേ മാത്രം നന്നായിട്ട് വേപ്പില ഉണ്ടായേ. ഇങ്ങനെ വരുമെന്ന് ഓർത്ത്, പക്ഷെ തളത്തില്ല. അപ്പൊ നമുക്കിവിടെ വേപ്പിലയില്ല, അത്ര ആയിട്ടേ ഉള്ളൂ. അത് പറിക്കാറായില്ല. അപ്പൊ നമുക്ക് തൊട്ടപ്പുറത്തെ വീട്ടിൽ വേപ്പിലയുണ്ട്, നമുക്കത് പോയി കമന്റ് ചെയ്യാം. ഇത് വേപ്പില നന്നായിട്ട് ഉണ്ടാവാനുള്ള ടെക്നിക്കൊക്കെ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാവേ. ഇത് ഞങ്ങളുടെ റോഡാണ്. ഇത് നമ്മുടെ വീടിന് താഴോട്ടിറങ്ങുന്ന വഴിയാ. ആ കാണുന്ന റോഡ്, ആ കിടക്കുന്ന ഞങ്ങളുടെ വണ്ടിയാട്ടോ. ഇത് പഞ്ചായത്തിൻ്റെ കിണറാണ്. ഇത് കുറേ നാളായിട്ട് ഉപയോഗിക്കാണ്ടിരുന്നത്. എന്നിട്ട് പഞ്ചായത്തെല്ലാം നന്നാക്കിയൊക്കെ തന്നത്. നല്ല ആഴത്തിലാട്ടോ. നോക്കട്ടെ, കാണിച്ചു തരാൻ പറ്റും നോക്കട്ടെ. ഫോൺ താഴെ പോകുന്നറിയാൻ പാടില്ല. കണ്ട, നല്ല ആഴം. ഒത്തിരി ഞാൻ കാണിക്കുന്നില്ല. എൻ്റെ ഫോണെങ്ങാനും താഴെ പോയാലോ, അതാറും കാണിക്കുന്നില്ല. ഇവരിപ്പോൾ ഇവിടെ താമസമില്ല. അപ്പോൾ അവരുടെ വീടിൻ്റെ പുറകുവശത്താണ് വേപ്പില ഉള്ളത്. അപ്പം ഞാനത് എടുക്കാൻ പോവാം. മൊത്തം കാട് പിടിച്ചെടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇവിടെ എടുക്കാൻ വരാറില്ല. ഇന്നിപ്പം ചെമ്മീനും മാങ്ങയും വെക്കുമല്ലേ, അപ്പോൾ അതാരണം എടുക്കാമെന്ന് ഓർത്ത്. നല്ല തളുത്ത് നിൽക്കുവാണ്. അപ്പോൾ അതിന് രണ്ട് പൊട്ടിച്ചെടുക്കുക. പോരുന്നില്ല. ഇത് വലിയൊരു വേപ്പിലയായിരുന്നേ. എന്നിട്ട് അവരത് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ തളുത്ത് ഉണ്ടായി വന്നേക്കുന്നത് താഴെ പോയി. നിറച്ച് കാടാ. ഇല്ല, പാമ്പ് ഉണ്ടോയെന്നറിയാൻ പാടില്ല. ഇവിടെ ശംഖുപുഷ്പമൊക്കെ നിൽക്കുന്നുണ്ട്. രാവിലെ ടീ ഉണ്ടാക്കി കുടിച്ചാൽ നല്ലതെന്നൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് മതി കേട്ടോ, നമ്മൾ കുറച്ച് എണ്ണ എടുക്കുന്നുള്ളൂ. അല്ലേ തന്നെ വണ്ണം വെച്ച് പണ്ടാരം അടങ്ങിയിരിക്കുക. അതിൻ്റെ കൂടെ കുറേ എണ്ണയും കൂടെ കഴിക്കാത്ത കുഴപ്പമുള്ളൂ. നമ്മൾ ഇത് ചൂടാക്കി വെക്കാം. വറുത്ത് വെക്കൂലേ ചെമ്മീൻ വറുക്കാനായിട്ടാണ്. പിന്നെ ഞാനത് കഴിഞ്ഞത് സവോള, പച്ചമാങ്ങ, ഇച്ചിരി വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. തേങ്ങ അരയ്ക്കാനായിട്ട് തേങ്ങ അവിടെ ചിരണ്ടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി, ഇതൊക്കെ കൂടിയിട്ട് അരച്ച് വെക്കുന്നുണ്ടേ. നന്നായിട്ട് അരയണം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരയണേ. അത് മല്ലിപ്പൊടി ടിന്നിലേറെ വരുന്നില്ല, എടുത്തിട്ടിട്ട് കാണിക്കാം. അത് കുരുമുളക് പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ ഇട്ട്, കുരുമുളക് പൊടിയാട്ടോ അത്. നന്നായിട്ട് അരച്ചിട്ട് വരാവേ. അത് അരക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ വീണ്ടും ആ വറുത്ത ചട്ടിയിലെ ചെമ്മീൻ വറുത്ത ചട്ടി തന്നെയാണ്. അതിൽ എണ്ണ ഒഴിച്ചു. ചെമ്മീൻ വറുത്തിട്ട് ഞാൻ സൈഡിൽ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ചെമ്മീനിട്ട് കടുകിട്ടു. ഒന്ന് പൊട്ടട്ടെ കേട്ടോ. പൊട്ടുമ്പോഴത്തേനും നമ്മുടെ സാധനങ്ങളും ഐറ്റംസൊക്കെ അവിടെ റെഡി ആയിരിക്കുകയാണ്. തേങ്ങ അരച്ച് റെഡി ആയിരിക്കുന്നതാണ്. ഞാനിപ്പോൾ ഉണക്കമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സ്രാവ്. അപ്പോൾ അത് ഞാൻ പൊടിയൊക്കെ തേച്ച് വെച്ചിരിക്കുന്നതാണ് വറക്കാനായിട്ട്. സവാള ഒന്നിച്ചിട്ട് കൊടുക്കാതെ. ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത്. കമൻറ്റും ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റും ചെയ്യണം. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണേ. സവാള വഴറ്റാം. ചെറിയ ചട്ടിയാട്ടെ, എനിക്ക് ചെറിയ ചട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടം. വലിയ ചട്ടിയിൽ ഉണ്ടാക്കുന്നത് കാണാനൊരു ഭംഗിയില്ല. ചെറിയ ചട്ടിയാകുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. എന്നിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരട്ടെ. നമുക്ക് അടുത്ത അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി. എനിക്ക് ഈ ഇറച്ചിയിലും മീനൊക്കെ ഉള്ള ഇഞ്ചി ഇങ്ങനെ കടിച്ച് തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആർക്കൊക്കെ അത് ഇഷ്ടമുണ്ട്? കമൻറ്റ് ബിലോ. ജസ്റ്റ് ഒന്ന് വായിക്കാൻ നമ്മൾ വേപ്പില ഇട്ട് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കേസാണ്, ഞാൻ ചുമ്മാ പറയുന്നതേ ഉള്ളൂ. അതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. പിന്നെ ഒക്കെ മാങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചെമ്മീനും മാങ്ങയും കറി വെക്കുന്നത്? നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയാണോ ചെമ്മീനും മാങ്ങയും കറി വെക്കുന്നത്?
ഇത് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. ഒന്ന് ആവി കയറുന്ന വരെ നമുക്ക് ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വരാം. കുറേ നാളെ ഇവിടെ ചെമ്മീനും അങ്ങ് ഉണ്ടാക്കണമെന്ന് ഓർത്തുകൊണ്ടിരിക്കും. ഇന്നലെ ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ടിരുന്നു, പിന്നെ മടി പിടിച്ചിട്ട് ഉണ്ടാക്കിയില്ല. ഓർത്ത് ഇന്നും ഉണ്ടാക്കാമെന്ന് ഓർത്ത്. രണ്ടും കൂടെ എന്നിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കാം. ജസ്റ്റ് ഒന്ന് ആവി കയറിക്കോട്ടെ. അങ്ങനെ കയറണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനിങ്ങനെ വെക്കാറ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മറന്നുപോയി കേട്ടോ വീഡിയോ എടുക്കുന്ന ദിവസം. പിന്നെ തേങ്ങ അരച്ചൊക്കെ അവിടെ വെച്ചൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അതിപ്പോൾ തേങ്ങയൊക്കെ അതിനകത്ത് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് അത് തിളച്ചു. അതിൻ്റെ ഇടയ്ക്ക് മീൻ വറക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. ഉണക്കമീൻ സ്രാവ് ഞാൻ പറഞ്ഞത്, സ്രാവ, അത് വറക്കാനിട്ടിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഇടുക്കി ഇപ്പോൾ താമസിക്കുന്ന എറണാകുളത്താണെങ്കിലും ഇടുക്കിക്കാരായിരുന്നു ഉണക്കമീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ട് തിളച്ചൊന്ന് വേവട്ടെ. ഇതിപ്പം വെന്തിട്ടുണ്ട്. ഞാൻ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ച് മീൻ വറുത്തു. ഇത് റെഡിയായി, കറി റെഡിയായി. ഇനി ചോറുണ്ടാൽ മതി കേട്ടോ. നല്ല സ്രാവ്, ഉണക്ക സ്രാവേ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ കറികൾ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.